നിങ്ങളുടെ പേരെന്താ? ഷൈനി. വയസ്സൊന്ന് പറയാമോ? എനിക്കിപ്പോൾ ഏകദേശം 35 വയസ്സുണ്ട്. എന്താ നിങ്ങളുടെ അസുഖം? അത് മാഡം, തൊലിപ്പുറത്തെ ഡോക്ടറിനെ കാണിക്കാനാണ്. അയ്യോ, ഡോക്ടർ അന്ന് ലീവാണല്ലോ. ആണോ? എനിക്ക് നല്ല ചൊറിച്ചിലും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. എനിക്ക് എന്തൊക്കെയായാലും ഇന്ന് ഡോക്ടറിനെ കണ്ടേ പറ്റൂ. ആ, നിങ്ങളുടെ അവസ്ഥ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ എന്തൊക്കെയായാലും ഇന്ന് ഡോക്ടറിനെ കാണാൻ പറ്റില്ല. അവരിത് പറയുന്ന സമയത്ത് തന്നെ ഞാനിങ്ങനെ പകച്ചു നിന്ന് പോയി. ആ നിമിഷം അവരെൻ്റെ അടുത്ത് പറഞ്ഞു, ഇവിടെ ഹോസ്പിറ്റലൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ വേറെ ഒരു സൊല്യൂഷൻ മാത്രമേ ഉള്ളൂ. ഇവിടുന്ന് ഒരു 2 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ റോഡിൻ്റെ താഴ്ചയിൽ പച്ചമരുന്ന് മാത്രം തേച്ച് ചികിത്സിക്കുന്ന ഒരാളുണ്ട്. നിങ്ങൾ വേണമെങ്കിൽ അയാളെ ഒന്ന് കണ്ടു നോക്ക്. ഞാൻ പിന്നെ പേഴ്സണലായിട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. എൻ്റെ പേര് ഷൈനി. എനിക്കിപ്പം ഏകദേശം 35 വയസ്സുണ്ട്. അതാണ് ഞാൻ അവിടെ നിന്ന് റിസപ്ഷനിസ്റ്റിനോട് കാര്യം പറഞ്ഞത്. ഞാൻ ജോലിയുടെ പ്രോജക്റ്റിൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് നേരെ ഒരു കുഗ്രാമം പോലുള്ള പ്ലേസിലാണ് താമസിക്കുന്നതൊക്കെ. അവിടെ ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ മറ്റുള്ളവരെ വെച്ച് അപേക്ഷിച്ച് കഴിഞ്ഞാൽ വളരെ കുറവുള്ള പ്ലേസ് തന്നെയാണ്. അന്നൊരു തിങ്കളാഴ്ച ദിവസമായിരുന്നു. അന്നത്തെ ദിവസം രാവിലെ എഴുന്നേറ്റ സമയത്ത് തന്നെ തോളിൻ്റെ ഒരു സൈഡിലും പിന്നെ കാലിൻ്റെ മുട്ടിൻ്റെ അടുത്തൊക്കെ ചെറിയ ചെറിയ തടുപ്പും പിന്നെ അത് ചൊറിഞ്ഞു പൊട്ടിയ രീതിയിലുള്ള ഒരു ചോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആദ്യമൊക്കെ അതൊരു ചെറിയ ചൊറിച്ചിലാണെന്ന് വിചാരിച്ച സമയത്ത് ഞാൻ പെട്ടെന്ന് ഒരു കണ്ണാടിയിലേക്ക് നോക്കിയത്. ആ നിമിഷമാണ് കാലിൻ്റെയൊക്കെ ആ ഒരു സൈഡിലായിട്ട് നല്ല വേദന അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. ഞാൻ ഹോസ്പിറ്റലിൽ എത്തിയ സമയത്തായിരുന്നു അവരങ്ങനെ പറഞ്ഞ സമയത്ത് ആ ഒരു 2 കിലോമീറ്റർ ഒന്ന് നടന്നു നോക്കാം എന്ന് ഞാൻ വിചാരിച്ചു. അവിടെ ഓട്ടോ പോലും കിട്ടാത്തൊരു പ്ലേസാണ്. ആ വഴി വളരെ വിജനമായിരുന്നു. അതായത് ചുറ്റും കാടുകളൊക്കെയുള്ള ഒരു പ്രദേശം. നടക്കുന്ന സമയത്ത് തന്നെ ആ ഒരു മുറിവ് പോലുള്ള ഭാഗങ്ങൾ എൻ്റെ ആ ഒരു വസ്ത്രങ്ങളിൽ ഉരസുന്നുണ്ടായിരുന്നു. അങ്ങനെ അവർ പറഞ്ഞതനുസരിച്ച് ഞാൻ ചെന്നെത്തിയത് ആ ഒരു റോഡിൻ്റെ താഴ്ചയിലേക്കാണ്. അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ വളരെ വിജനമായിട്ടുള്ള ഒരു പ്രദേശം തന്നെയായിരുന്നു. ഞാൻ അവരുടെ വീടിൻ്റെ മുറ്റത്തേക്കെത്തി. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നത് ഒരു കാവ്യ മുണ്ടെടുത്ത ഒരാളായിരുന്നു. അയാൾ തുളസിക്ക് വെള്ളം ഒഴിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു ആ സമയം. അയാളെ കണ്ടിട്ട് ഒരു തൂപ്പുകാരൻ്റെ ലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ അവിടേക്ക് ചെല്ലുന്ന സമയത്ത് വൈദ്യനെ ഒന്ന് കാണണം എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ തന്നെയാണ് വൈദ്യര്, വേറെ ഇവിടെ ആരുമില്ല. ഞാൻ അയാളെ കാണുന്ന സമയത്ത് ഒരു 27 വയസ്സ് മാത്രം പ്രായമുള്ള ഒരാൾ. ഒരു ഊശാൻ താടിയുണ്ട്, ഒരു ഇരുനിറത്തില് അത്യാവശ്യം ബലിഷ്ഠനായ ഒരാൾ. ശരിക്കും ആളെ കണ്ട സമയത്ത് തന്നെ അതൊരു വൈദ്യൻ തന്നെയാണോ എന്നൊന്ന് സംശയിച്ചു പോയി. കാരണം ആളുടെ ലുക്കും കാര്യങ്ങളൊക്കെ അതേപോലെ ആയിരുന്നു. ആ നിമിഷം തന്നെ ആളെൻ്റെ അടുത്ത് ചോദിച്ചു എന്താണ് പ്രശ്നം എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ തന്നെ എനിക്ക് ഒരു മടിയായിരുന്നു പറയാനൊക്കെ ആയിട്ട്. കാരണം ഞാൻ പോയ ഹോസ്പിറ്റലിലാണെന്നുണ്ടെങ്കിൽ അതൊരു ലേഡി ഡോക്ടർ ആയതുകൊണ്ട് തന്നെ യാതൊരു മടിയും കൂടാതെ എന്ത് വേണമെങ്കിലും പറയായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ അതൊരു വീടാണോ ഹോസ്പിറ്റലാണോ അതിനി മറ്റെന്തെങ്കിലും സ്ഥലങ്ങളാണോ എന്ന് പോലും അറിയില്ല. ഒരു മനുഷ്യൻ മാത്രം അവിടെ ഇങ്ങനെ നിൽക്കുന്നു. ആള് ചോദിച്ച സമയത്ത് തന്നെ എനിക്ക് നല്ല ചൊറിച്ചിലുണ്ടെന്ന് മാത്രം ഞാൻ പറഞ്ഞു. പെട്ടെന്ന് തന്നെ ആൾ എന്നെയും വിളിച്ചുകൊണ്ട് അകത്തേക്ക് പോയി. അകത്തെ മുറിയിലാണെന്നുണ്ടെങ്കിൽ ഒരു മേശ ഇട്ടിട്ടുണ്ട്. അവിടെ തന്നെ 2 പേർക്ക് ഇരിക്കാനായിട്ട് ഒരു കസേരയും. അതിൻ്റെ അപ്പുറത്തെ ഭാഗത്തായിട്ട് ഇയാൾ പോയിരുന്നു. ആ നിമിഷം എൻ്റെ അടുത്ത് ഇവിടെ ഇരുന്നോളാൻ പറഞ്ഞു. അപ്പോൾ തന്നെ ആളെൻ്റെ അടുത്ത് പറഞ്ഞു അതൊന്നും എനിക്ക് കാണാൻ പറ്റുമോ എന്ന്. ആ നിമിഷം ഞാനൊന്ന് പകച്ചു പോയി എന്നുണ്ടെങ്കിലും എൻ്റെ ചൊറിച്ചിലും ആ ഒരു അസഹനീയമായ വേദനയും കാരണം ഞാൻ പറഞ്ഞു ഞാനെന്നെങ്കിൽ ഒന്ന് മാറിയിട്ട് കാണിക്കാം എന്ന് പറഞ്ഞു. ആ ഒരു സമയത്താണെന്നുണ്ടെങ്കിൽ ഞാൻ സാരിയായിരുന്നു കൊടുത്തിരുന്ന വേഷം. ആ ടൈമിൽ എനിക്ക് വല്ലാത്തൊരു മന്ദഗതിയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ അയാൾ അങ്ങനെ ചോദിച്ച സമയത്താണെന്നുണ്ടെങ്കിൽ സാരി ഒരല്പം മാറ്റി ആ ഒരു ബ്ലൗസിൻ്റെ ആ ഒരു സൈഡ് കാണിച്ച് ആ ഒരു തോള് ആ ഒരു വൈദ്യനെ ഞാൻ കാണിച്ചു കൊടുത്തു. എനിക്ക് നല്ല വേദനയും കാര്യങ്ങളും ഉണ്ടായതുകൊണ്ട് തന്നെ ആള് അത് തറപ്പിച്ച് തന്നെ നോക്കി. പെട്ടെന്ന് തന്നെ ആളത് കണ്ടിട്ട് പറഞ്ഞു ഇതെന്തോ ഫംഗസിൻ്റെ ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെയാണ്, ഇത് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, ഇതിനൊക്കെ പരിഹാരമായിട്ട് നമ്മുടെ ഈ പച്ചമരുന്നുണ്ട്, അതിട്ട് കുറച്ചു നേരം കഴിയുന്ന സമയത്ത് തന്നെ അതിൻ്റെ വേദനയും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ പോകും. പിന്നെ കുറച്ചു നേരം ഒന്ന് റെസ്റ്റ് എടുക്കണം. പിന്നെ ചെറിയൊരു തിരുമ്പലും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതും ചെയ്യാം. പിന്നെ ഒരു സ്റ്റീമിംഗ് ഉണ്ട്, അതും കൂടെ കഴിയുമ്പോഴത്തേക്ക് ഒരു സ്റ്റീം ബാത്തും കൂടെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് എല്ലാ കാര്യങ്ങളും മാറും എന്ന് മാത്രമായിരുന്നു അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞത്. ആ നിമിഷം അയാളങ്ങനെ കോൺഫിഡൻ്റ് ആയിട്ട് പറയുന്ന സമയത്ത് തന്നെ എനിക്കൊരു ആശ്വാസം തോന്നി. പെട്ടെന്ന് അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഒരു കാര്യം ചെയ്യ് മാഡം, ഇവിടെ വന്നിരിക്കൂ എൻ്റെ അടുത്തായിട്ട് എന്ന് മാത്രമായിരുന്നു പറഞ്ഞത്.
അയാൾ അങ്ങനെ പറയുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഞാൻ മെല്ലെ ആ ഒരു കസേരയിൽ നിന്ന് എഴുന്നേറ്റ് തൊട്ടടുത്ത് അയാളുടെ അടുത്ത് തന്നെ കിടന്നിരുന്ന ആ ഒരു സ്റ്റൂളിലേക്ക് വന്നിരുന്നു. ആ സമയത്ത് കുഞ്ഞു കുട്ടികൾ ഇരിക്കുന്ന പോലെ ഞാൻ അവിടെ വന്നിരിക്കുന്ന സമയത്തിന് ആള് എൻ്റെ കണ്ണിലേക്കൊന്ന് നോക്കി. ചിലപ്പോൾ കണ്ണിൻ്റെ എന്തെങ്കിലും കാര്യങ്ങൾ നോക്കുന്നതായിരിക്കും. അസുഖങ്ങളൊക്കെ ചില ആൾക്കാർക്ക് കണ്ണിൽ നോക്കി കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ എന്നാണ് ഞാൻ വിചാരിച്ചത്. ആ നിമിഷം തന്നെ ആള് കണ്ണിലേക്ക് നോക്കുമ്പോൾ ഞാനും നോക്കി നിന്നു. പെട്ടെന്ന് അയാൾ എൻ്റെ കണ്ണിൻ്റെ പോളകൾ ഒന്ന് താഴ്ത്തിയിട്ട് ഒന്ന് നോക്കി. ആ നിമിഷമാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്തോ പോലെ തോന്നി. കണ്ണിലെന്തോ ചൊറിച്ചിൽ പോലെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാനത് അയാളോട് പറഞ്ഞില്ല. അത് ഒരു നിമിഷം ഒന്ന് നോക്കിയതിനു ശേഷം എൻ്റെ ആ തോളിൻ്റെ ഭാഗത്തെ തടുപ്പ് വീണ്ടും അയാളൊന്ന് ശ്രദ്ധിച്ചു നോക്കി. അത് എന്തോ പോലെ ഒന്ന് താഴ്ത്തിയതിനു ശേഷം ആ നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ എനിക്ക് വീണ്ടും വീണ്ടും അസഹനീയമായ ഒരു ഇറിറ്റേഷൻ തോന്നുന്നുണ്ടായിരുന്നു. അങ്ങനെ നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അയാൾ പതുക്കെ പതുക്കെയാണെന്നുണ്ടെങ്കിൽ ആ വിരലുകൾ കൊണ്ട് മാത്രം ആ ഒരു തടുപ്പ് എന്തോ ഒന്ന് തുടച്ചു നോക്കുന്നുണ്ട്. അതേപോലെ തന്നെ നന്നായി പരിശോധിക്കുന്നുണ്ടായിരുന്നു. എന്നോട് ആ ഒരു സ്റ്റൂളിൽ തന്നെ ഇരിക്കാൻ പറഞ്ഞിട്ട് ആള് പുറത്തേക്ക് പോയി. അതിനുശേഷം എന്തോ ഒന്ന് ഇടിക്കുന്ന ശബ്ദം മാത്രം ഞാൻ അവിടെ നിന്ന് കേൾക്കുന്നുണ്ട്. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ആള് അതിൽ ഒരു ചെറിയൊരു ഭരണിയിൽ മാത്രമായിട്ട് കുറച്ച് പച്ചമരുന്നും കാര്യങ്ങളൊക്കെ അരച്ച് എൻ്റെ അടുത്തേക്ക് വരുന്നുണ്ടായിരുന്നു. ആ നിമിഷം ഞാൻ അല്പം പുഞ്ചിരിച്ചു ആളെ കണ്ട സമയത്ത്. ആളൊരു ഗൗരവത്തിൽ എൻ്റെ തൊട്ടരികിൽ വന്നിരുന്നു. അയാൾ ആ ഭരണിയിൽ നിന്നും ആ മരുന്നെടുത്തതിന് ശേഷം ഒന്ന് പിഴിഞ്ഞിട്ട് ആദ്യം എൻ്റെ ആ തോളിൻ്റെ ഭാഗത്ത് ഒന്ന് പുരട്ടി വെച്ചു. ആദ്യം അയാൾ അങ്ങനെ ചെയ്തു എങ്കിലും രണ്ടാമത് അയാളുടെ കണ്ണുകൾ പോയത് എൻ്റെ മുട്ടിൻ്റെ ആ ഒരു ഭാഗത്തേക്കായിരുന്നു. ആ നിമിഷം ആള് ആ ഒരു മരുന്ന് പിടിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പോൾ തന്നെയാണെന്നുണ്ടെങ്കിൽ ഞാൻ സാരി അല്പം ഉയർത്തി ആ ഒരു മരുന്നിൻ്റെ ഭാഗത്ത് തേക്കാൻ വേണ്ടി മാത്രം ആ ഒരു ചുവന്ന തടുപ്പ് കാണിച്ചു കൊടുത്തു. അത് വെച്ച ഭാഗത്ത് തന്നെ തോളിൻ്റെ ഭാഗത്തും പിന്നെ ആ ഒരു മുട്ടിൻ്റെ ഭാഗത്താണെന്നുണ്ടെങ്കിൽ ശരിയെന്നെ ചെറിയ പുകച്ചിൽ ആദ്യം തോന്നി തുടങ്ങി. അപ്പോൾ തന്നെ എനിക്ക് നല്ല നീറ്റൽ അനുഭവപ്പെടാൻ തുടങ്ങിയ സമയത്ത് തന്നെ ഞാൻ പെട്ടെന്ന് തന്നെ ദേഷ്യപ്പെടാൻ തുടങ്ങി. പെട്ടെന്നൊരു അട്ടഹാസത്തോടെ നീറ്റൽ കൊണ്ട് പുളയുന്നുണ്ടായിരുന്നു. അപ്പോൾ തന്നെ അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ആദ്യം ചെറിയൊരു നീറ്റൽ കാണും മാഡം, അത് കഴിഞ്ഞ ശേഷം ചെറിയൊരു പുകച്ചിൽ, അത് കഴിയുമ്പോൾ ഒരു തണുപ്പ് അനുഭവപ്പെടും. ആ സമയത്ത് ഇതെല്ലാം പമ്പ കിടക്കും മാഡം, അതൊന്ന് നോക്കിയാൽ മാത്രം മതി എന്ന് മാത്രമായിരുന്നു ആളെൻ്റെ അടുത്ത് പറഞ്ഞത്. പക്ഷേ അയാൾ എന്തൊക്കെ പറഞ്ഞിട്ടും ആ സമയത്ത് എൻ്റെ വേദന എനിക്ക് മാറാൻ പറ്റിയിരുന്നില്ല. ഞാനങ്ങനെ അത് സഹിച്ചുകൊണ്ടേയിരുന്നു. ആ സമയം തന്നെ അയാൾ അതിന് പരിഹാരമുണ്ടാക്കുന്നുള്ള രീതിയിൽ എന്തൊക്കെയോ കാണിച്ചു കൂട്ടി. അപ്പോഴും ആ റൂമിൻ്റെ അന്തരീക്ഷം വല്ലാതെ മുറുകുന്ന പോലെ എനിക്ക് തോന്നി. ആ നിമിഷമാണെന്നുണ്ടെങ്കിൽ ആള് എൻ്റെ ആ ഒരു തോളിൻ്റെ ഭാഗത്ത് മൃദുലമായി തലോടുന്ന സമയത്ത് എനിക്ക് വല്ലാണ്ട് വേദനിക്കുന്നുണ്ടായിരുന്നു. അയാൾ പെട്ടെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, മാഡം ഇവിടെ ഇങ്ങനെ ഇരിക്കണ്ട, ഇനി ഒരു കാര്യം ചെയ്യും, നേരെ ആ ഒരു മുറിയിലൊരു കട്ടിലിട്ടിട്ടുണ്ട്, മാഡം അവിടെ പോയി ഒന്ന് റെസ്റ്റ് എടുത്തോളൂ. കുറച്ചു നേരം ആ ഒരു തണുപ്പിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് മാറി കിട്ടുമ്പോഴത്തേക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പമ്പ കിടക്കും എന്ന് മാത്രമായിരുന്നു ആളെൻ്റെ അടുത്ത് പറഞ്ഞത്. അങ്ങനെ അയാൾ പറഞ്ഞതനുസരിച്ച് ഞാൻ നേരെ ആ ഒരു റൂമിൽ പോയി ഒന്ന് ചാരി. തല ചാരി വെക്കാൻ ഒരു ചെറിയ മെത്തയും പിന്നെ ഒരു തലേണയും കാര്യങ്ങളൊക്കെ അതിനകത്ത് തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല വിശാലമായിട്ട് തന്നെ നമുക്ക് കിടക്കാൻ കഴിയുന്ന ആ ഒരു സൗകര്യങ്ങളെല്ലാം അതിനുള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ അപ്പോൾ തന്നെ ആലോചിച്ചു, ഇവിടെ നേഴ്സുമാരും കാര്യങ്ങളൊന്നുമില്ലല്ലോ, ഇയാൾ തന്നെയാണല്ലോ എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. ചില ആയുർവേദ ഹോസ്പിറ്റലിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഇതിനേക്കാൾ കൂടുതൽ ആളുകൾ കാണും, പിന്നെ നേഴ്സുമാർ കാണും, പിന്നെ മസാജിന് ആൾക്കാരുണ്ടായിരിക്കും, അതൊക്കെയാണല്ലോ കാര്യങ്ങളെല്ലാം കാണുന്നത്. പക്ഷേ ഇവിടെ ആരുമില്ലല്ലോ എന്ന് തന്നെ ഞാൻ ചിന്തിച്ചു നോക്കി. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയത് ഇതൊന്നും ആയിരുന്നില്ല. അയാൾ പറഞ്ഞതനുസരിച്ച് ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ആ വേദനയും പുകച്ചിലും കാര്യങ്ങളും എല്ലാം പമ്പ കടന്നു. ഇപ്പോൾ നോക്കുന്ന സമയത്ത് തന്നെ തോളിൻ്റെ സൈഡിലാണെങ്കിൽ ശരി തന്നെ മുട്ടിൻ്റെ സൈഡിലാണെങ്കിൽ ശരി തന്നെ ആ ഒരു പാടും കാര്യങ്ങളൊക്കെ കുറച്ച് കുറഞ്ഞു വന്നിരിക്കുന്നു. പിന്നെ ആ ചുവപ്പും തടിപ്പും എല്ലാം ഒന്ന് ശമനം ആയിരിക്കുന്നു എന്ന് തന്നെ എനിക്ക് മനസ്സിലായി. ആ നിമിഷം തന്നെ അയാൾ അകത്തേക്ക് കയറി വന്നു. പെട്ടെന്ന് എന്നോട് ചോദിച്ചു, എങ്ങനെയുണ്ട് മാഡം ഇപ്പോഴത്തെ കണ്ടീഷനും കാര്യങ്ങളൊക്കെ എന്ന് ചോദിക്കുന്ന സമയത്ത് തന്നെ ഞാൻ മറുപടി പറഞ്ഞു, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഇപ്പോൾ ഏകദേശം കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. നിങ്ങളുടെ പേയ്മെൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാനത് തന്നിട്ട് പൊക്കോളാം. ഇന്നെനിക്ക് ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാനത് പറയുന്ന സമയത്ത് തന്നെ ആൾ പെട്ടെന്ന് പറഞ്ഞു, മാഡം ഇന്നത്തെ കാര്യങ്ങൾ എന്തൊക്കെയാലും അത് നടക്കില്ല. അത് മരുന്നുകൊണ്ടല്ല, ഇപ്പോൾ തന്നെ ഒരു ചെറിയ ചെറിയ പരിപാടികളും കൂടിയുണ്ട്.
ചെറിയ ചെറിയ ഒരു തിരുമ്മലും പിന്നെ ഒരു സ്റ്റീം ബാത്തും കാര്യങ്ങളൊക്കെ. അത് കഴിഞ്ഞിട്ട് പോകുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഇത് ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ വീണ്ടും വരാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് മാഡം ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പോകുന്നതായിരിക്കും നല്ലതാണെന്നാണ് എൻ്റെ അഭിപ്രായം എന്ന് മാത്രം അയാൾ പറഞ്ഞു. പെട്ടെന്ന് അയാളങ്ങനെ പറയുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ പകച്ചു നിന്നു. എനിക്കാണെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യങ്ങളൊക്കെ ഏകദേശം മാറിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, എന്തെങ്കിലും മെഡിസിൻ തന്നാൽ പോരെ, അതിങ്ങനെ മാറാനൊക്കെ അത് മാത്രം പോരെ എന്ന് ചോദിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ആൾ പറഞ്ഞു, മെഡിസിൻ കൊണ്ട് മാറത്തില്ല മാഡം, അത് ആയുർവേദത്തിലോ അങ്ങനെ ഈ പച്ചമരുന്നിൻ്റെ കാര്യങ്ങളൊന്നും നടക്കില്ല. ഈ ഒരു മരുന്ന് ഞങ്ങൾ ആദ്യം യൂസ് ചെയ്യും, അത് കഴിഞ്ഞ ശേഷമാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ചെറിയ ചെറിയ ഒരു തിരുമലും കാര്യങ്ങളൊക്കെ അത് ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. പിന്നെയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ ചെറിയൊരു സ്റ്റീം ബാത്ത്, അതാണ് ഞങ്ങളൊരു പാക്കേജായിട്ട് പ്രിഫർ ചെയ്യുന്നത്. അതൊന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും എന്ന് മാത്രം അയാൾ പറഞ്ഞു. ഒരു നിമിഷം അയാളുടെ ആ കാര്യങ്ങളെല്ലാം കേട്ടുകൊണ്ട് ഞാൻ എൻ്റെ തലയും നാട്ടി. മറ്റൊന്നും ആയിരുന്നില്ല, എല്ലാത്തിനും ഓക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു ഞാൻ ആ തലയാട്ടിയത്. അപ്പോൾ തന്നെ ആ റൂമിലിരിക്കുമ്പോൾ ആളെനിക്ക് ഒരു ഡ്രസ്സും കാര്യങ്ങളും കൊണ്ടുവച്ചു. അത് തിരുമ്മുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യുന്ന ആ ഒരു ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഞാൻ പെട്ടെന്ന് ആ ഒരു എൻ്റെ സാരിയും കാര്യങ്ങളൊക്കെ ഒന്ന് മാറിയതിനു ശേഷം ഒരു തിരുമ്മലിന് വേണ്ടിയിട്ട് മാത്രം അയാൾ തന്ന ആ ഒരു ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്തോ കംഫർട്ട് ഇല്ലാത്ത കണക്ക് തോന്നിപ്പോയി. കാരണം ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യം ഫേസ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു അന്തരീക്ഷം എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. അതാണ് മറ്റൊരു കാര്യം. പെട്ടെന്ന് തന്നെ ആളിങ്ങനെ കണ്ട സമയത്ത് തന്നെ ആളുടെ പെരുമാറ്റ രീതികളിൽ തന്നെ ഒരു ജെനുവിറ്റി തോന്നിക്കുന്നത് മാത്രമാണ് ഞാൻ ഈ ഒരു കാര്യങ്ങൾക്കെല്ലാം മുതിർന്നത് തന്നെ. ഒടുവിൽ ഞാൻ ഡ്രസ്സെല്ലാം മാറി ആ ഒരു അയാൾ പറഞ്ഞ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ട് തിരുമാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് ആ ഒരു സ്റ്റൂളിലേക്ക് കയറിയിരുന്നു. ആ സമയമായിരുന്നു അയാൾ അവിടേക്ക് വന്നത്. പെട്ടെന്ന് കയ്യിലുണ്ടായിരുന്ന എന്തൊക്കെയോ എണ്ണയോ കാര്യങ്ങളൊക്കെ ഒരു കൂട്ട് ക്രിയേറ്റ് ചെയ്ത് അയാൾ വെക്കുന്നുണ്ടായിരുന്നു. ഓരോ എണ്ണയും കാര്യങ്ങളും അത് മറ്റെന്തിനോട്ടോ ലയിപ്പിച്ച് അത് രണ്ടും കൂടെ മിക്സ് ചെയ്തതിനു ശേഷം മാത്രമാണ് അയാൾ തേക്കാൻ ഉപയോഗിക്കുന്നത്. ഞാനതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ചെറിയൊരു റൂം കാര്യങ്ങൾ, അതിൻ്റെ മച്ചാണെന്നുണ്ടെങ്കിൽ ഓഡിറ്ററാണ്. അങ്ങനെ അയാൾ മാത്രമുള്ള ആ ഒരു വീട്ടിലാണെന്നുണ്ടെങ്കിൽ ഞാൻ ആ സമയത്ത് അവിടെ ഇരിക്കുകയായിരുന്നു. പെട്ടെന്ന് അയാൾ ആ ഒരു എണ്ണയും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്ന് എൻ്റെ മുന്നിലേക്ക് വന്നു നിന്നു. ശേഷം എന്നോടായി ചോദിച്ചു, മാഡം എന്നെങ്കിൽ പിന്നെ നമുക്ക് തുടങ്ങിയല്ലേ എന്ന് മാത്രമായിരുന്നു അയാൾ ചോദിച്ചത്. അയാളുടെ ചോദ്യവും പിന്നെ ഞാനൊരു മൂളൽ പോലെ എസ് എന്ന് പറഞ്ഞു. ഞാൻ എന്തുകൊണ്ടാണ് അത്രയും ധൈര്യം കാണിച്ചതെന്ന് പോലും എനിക്ക് ഓർമ്മയില്ലായിരുന്നു. കാരണം അയാളുടെ ആ ഒരു ജെനുവിറ്റി ആവാം, അല്ലെന്നുണ്ടെങ്കിൽ ഡീസൻ്റ് ആയിട്ടുള്ള സംസാരമായിരിക്കാം, അതൊക്കെ എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ലായിരുന്നു. ഒരു നിമിഷം അയാളത് നന്നായിട്ട് തന്നെ ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഞാൻ ആലോചിച്ചു, ഞാൻ എന്തായിരിക്കും ഇവിടെ എത്തിയതിൻ്റെ കാരണം. അത് പെട്ടെന്ന് ഞാൻ ഒരിക്കലും ഇങ്ങനെ ചെയ്യുന്നതല്ലല്ലോ, ഒറ്റയ്ക്കൊരിക്കലും ഒരിടത്തും ഇതുപോലെ പോവുകയില്ല, ഇങ്ങനെയൊന്നും ചെയ്യുന്നതല്ല, ഇതിനൊന്നും പെർമിഷൻ പോലും കൊടുക്കില്ല. പക്ഷേ ഈ ഒരു സമയമാണെന്നുണ്ടെങ്കിൽ ഞാൻ അറിയാതെ ഇവിടെ തന്നെ എത്തിച്ചേർന്നു. പക്ഷേ എല്ലാ കാര്യങ്ങൾക്കും എനിക്ക് നല്ലൊരു ജെനുവിറ്റി ഫീൽ ചെയ്തു. അതൊക്കെ എന്തുകൊണ്ടാണെന്ന് ഞാൻ ഒരു നിമിഷം ആലോചിച്ചു. എല്ലാത്തിനും ഒടുവിൽ ആ ഒരു എണ്ണയും പച്ചമരുന്നും ചേർത്ത് ആ ഒരു കലർപ്പില്ലാത്ത ലായനി എൻ്റെ തോളിലും മുട്ടിലും എല്ലാം നന്നായിട്ട് തിരുമ്മി. ഒരു നല്ല പ്രൊഫഷണൽ ഡോക്ടറെ പോലെ അയാളത് ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഞാൻ അയാളുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു. ആ സമയത്ത് ആൾ പറഞ്ഞു, എങ്ങനെയുണ്ട് മാഡം, ഓക്കെ അല്ലേ? ആ സമയം മറ്റൊന്നും പറയാതെ തന്നെ ഞാൻ അയാളടുത്ത് പറഞ്ഞു, എല്ലാം നന്നായിട്ടുണ്ട്, നിങ്ങളുടെ ആ ഒരു ജെനുവിനിറ്റിയും പിന്നെ ആ ഒരു പ്രൊഫഷണലിസവും കാര്യങ്ങളും തന്നെയാണ് നിങ്ങളുടെ അനുഭവവും കാര്യങ്ങളും അത് നന്നായി വരുന്നത് എന്ന് മാത്രം ഞാൻ പറഞ്ഞു. ആ നിമിഷം അയാളൊന്ന് പുഞ്ചിരിക്കുന്നുണ്ടായിരുന്നു. ഒടുവിൽ എല്ലാം കഴിഞ്ഞ് നല്ല തിരുമലും കാര്യങ്ങളും കഴിഞ്ഞ സമയത്ത് ആളെൻ്റെ മുഖത്ത് നോക്കിയിട്ടെന്ന് ചോദിച്ചു, മാഡം ഇനി എന്തെങ്കിലും കാര്യങ്ങൾ, എന്തെങ്കിലും ചൊറിച്ച അനുഭവങ്ങളോ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഞാൻ തന്നെ പറഞ്ഞു, കുഴപ്പമില്ല, എല്ലാം നന്നായിട്ടുണ്ട് എന്ന് മാത്രം പറഞ്ഞു. എന്നാൽ പിന്നെ മാഡം ഒരു കാര്യം ചെയ്യ്, കുറച്ചു നേരം ഇവിടെ കിടന്ന് തന്നെ റെസ്റ്റ് എടുത്തോളൂ. അത് കഴിഞ്ഞ ശേഷമാണെന്നുണ്ടെങ്കിൽ ഒരു ബാത്തുണ്ട്, അതാണെന്നുണ്ടെങ്കിൽ അതിനുള്ള കാര്യങ്ങളും ആ ഒരു സോപ്പും കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ കൊണ്ടുവരാം. പിന്നെ ഇവിടെയാണ് ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ, മാഡം ഇതിനകത്ത് മാത്രം കയറിയാൽ മതി എന്ന് മാത്രം അയാളെൻ്റെ അടുത്ത് പറഞ്ഞു. ആ നിമിഷമാണെന്നുണ്ടെങ്കിൽ ഞാൻ അവിടേക്ക് കയറാം എന്നുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ചു. അപ്പോൾ തന്നെയാണെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കഴിഞ്ഞ് ആളവിടേക്ക് വന്നു. എനിക്ക് വേണ്ട ആ ഒരു കുളിക്കാനുള്ള ടവലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അതുമായിട്ട് മുറിയിലേക്ക് പോകുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ആളെന്നെ വിളിച്ചു, മാഡം കഴിഞ്ഞിട്ടില്ല കേട്ടോ, ഒരു കാര്യം കൂടെ ഉണ്ട്.
ഒന്ന് വായെന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചുകൊണ്ട് പോയി. അതൊരു സ്റ്റീമായിരുന്നു. എന്നെ ഒരു പെട്ടിക്കകത്തിട്ട് കയറ്റിയിരുന്നിട്ട് ഒരു ചെറിയ ഒരു സ്റ്റീമും കാര്യങ്ങളൊക്കെ തന്നു. ആ നിമിഷം എനിക്കൊന്നും എക്സ്പീരിയൻസ് ഇല്ലായിരുന്നു. പെട്ടെന്ന് അയാൾ പറഞ്ഞതനുസരിച്ച് ഞാൻ അവിടെ ഇങ്ങനെ ഇരുന്നു. പെട്ടെന്ന് അത്രയും നേരം ഞങ്ങൾ വളരെ ക്ലോസ് ആയിട്ട് സംസാരിച്ചിരുന്ന ആൾക്കാർ പെട്ടെന്ന് നല്ല ഫ്രണ്ട്സിനെ പോലെ സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ തന്നെ എനിക്കും മനസ്സിലായി ആൾ നല്ല കമ്പനിയൊക്കെയാണെന്നുള്ള കാര്യം. അങ്ങനെ ഞങ്ങൾ അതുവരെയും നല്ല ആ ഒരു ബന്ധം ആയിരുന്നുവെങ്കിലും പിന്നെ എടാപൊട ബന്ധമായി. ഞാൻ വളരെ കാഷ്വലായിട്ട് തന്നെ ആളോട് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ആരും അതിനനുസരിച്ച് എനിക്ക് സപ്പോർട്ടായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് എനിക്ക് എന്താണെന്നറിയില്ല, ആളുടെ അടുത്താണെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക ഒരു താല്പര്യം, ഒരു നല്ല ഫ്രണ്ടിനോടെന്നുള്ള ഇഷ്ടവും കാര്യങ്ങളൊക്കെ തോന്നി തുടങ്ങി. അങ്ങനെ സംസാരിച്ചാണെന്നുണ്ടെങ്കിൽ ആളെൻ്റെ അടുത്ത് പറഞ്ഞു, ഇവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു, ഇനി നീ വാ, ദേ അവിടെ ഒരു ചെറിയ ഒരു ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞു. പെട്ടെന്ന് ഞാൻ അയാളോട് ചോദിച്ചു, എടാ നീ ഇത് പ്രൊഫഷണലായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണോ അതോ നീ മാത്രമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണോ, അതെനിക്കറിയില്ല കേട്ടോ, എന്തുകൊണ്ട് മാത്രമാണ് ഞാൻ ചോദിച്ചത് എന്ന് മാത്രം ഞാൻ അവൻ്റെ അടുത്ത് ചോദിച്ചു. പെട്ടെന്ന് അവൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നീ ഇങ്ങോട്ട് വന്നേ, ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞുകൊണ്ട് എന്നെയും വിളിച്ചുകൊണ്ട് ആ ഒരു വാഷ്റൂമിലേക്ക് കൊണ്ടുപോയി. ഇനി കുളിച്ച് റെഡിയായി അങ്ങോട്ട് വന്നാൽ മതി. അങ്ങനെ ഞങ്ങൾ നല്ല ഫ്രണ്ട്സിനെ പോലെ ആയതിനു ശേഷം ഞാൻ അവൻ്റെ അടുത്തേക്ക് എല്ലാം കഴിഞ്ഞിട്ട് ചെന്നു. അപ്പോഴാണെന്നുണ്ടെങ്കിൽ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു, പൈസയൊന്നും ഇപ്പം തരണ്ട, അല്ല എന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 1000 റുപ്പീസ് ആയിട്ടുണ്ട് കേട്ടോ എന്ന് പറയുന്ന സമയത്ത് ഞാൻ ഒരു പുഞ്ചിരിയോടെ അവന് ഒരു 2000 റുപ്പീസ് എടുത്ത് കൊടുത്തു. എന്നാൽ നീ വെച്ചോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇറങ്ങുന്നത്. അപ്പോൾ ഈ ഒരു കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഇതുപോലുള്ള കഥകൾ ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ, താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് എനിക്ക് മെസ്സേജ് അയയ്ക്കുക, അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പം നമുക്കിനി വീണ്ടും കാണാം. ബൈ ബൈ.